PRO വിപിൻ കുമാറിനെ നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചിട്ടില്ല എന്ന് പോലീസിന്റെ കുറ്റപത്രം. മർദ്ദനം നടന്നതായി തെളിവില്ല എന്നാണ് കണ്ടെത്തൽ. ഇൻഫോ പാർക്ക് പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. റിയ ബേബി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റിയ, CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാവുകയാണ്. ഫോൺ നിലത്തേക്ക് എറിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് അന്ന് ഉണ്ണി സമ്മതിച്ചത്. ഇപ്പോൾ പോലീസ് എന്ത് തീരുമാനത്തിലേക്കാണ്, എന്ത് നിഗമനത്തിലേക്കാണ് അവസാനമായി എത്തിയിരിക്കുന്നത്? മാധു, വിപിൻ കുമാറാണ് മുമ്പ് പരാതിയുമായി രംഗത്ത് വന്നത്. ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചെന്നായിരുന്നു മുൻ മാനേജറായ വിപിൻ കുമാർ അന്ന് മാധ്യമങ്ങളോടും പിന്നീട് പോലീസിലും പരാതി നൽകിയത്. ആ പരാതിയിൽ പോലീസ്, ഇൻഫോ പാർക്ക് പോലീസ് വിശദമായ അന്വേഷണം നടത്തി. നേരത്തെ മാധു പറഞ്ഞതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ പരമാവധി പോലീസ് ശേഖരിച്ചു. പക്ഷേ ആ മർദ്ദനം നടക്കുന്ന സ്ഥലത്തെ ദൃശ്യങ്ങളൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് മർദ്ദിച്ചില്ല, പക്ഷെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിടിവലി നടന്നിരുന്നു രണ്ടുപേരും തമ്മിൽ. അതിൽ ഉണ്ണി മുകുന്ദൻ വിപിന്റെ കണ്ണട എറിഞ്ഞു പൊട്ടിച്ചു, ഫോൺ താഴെയിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇക്കാര്യങ്ങളാണ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ആണ് ഉണ്ണി മുകുന്ദനെതിരെ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദന്റെ ഫ്ളാറ്റിലെത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇൻഫോ പാർക്ക് പോലീസ് ആ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. വലിയ വിവാദമായ കേസാണ്. കാരണം ഒരു സിനിമയുടെ റിവ്യൂ ഇട്ടതിനെ തുടർന്ന് ഉണ്ണി മുകുന്ദൻ ഫ്ളാറ്റിലെത്തി തന്നെ മർദ്ദിച്ചെന്നായിരുന്നു വിപിൻ കുമാറിന്റെ പരാതി. ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുകയും പിടിവലി നടന്നു. മാനേജർ പറഞ്ഞതുപോലെ ഒരു മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്ന കണ്ടെത്തൽ ഉണ്ടാവുകയും ചെയ്തത്. ശരി, എന്തായാലും CCTV ദൃശ്യങ്ങൾ ഉള്ളത് വലിയ സൗകര്യമായി, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകുമായിരുന്നു. ഉണ്ണി മുകുന്ദനുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളുടെ പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു യുവതി ഒരു മയക്കുമരുന്നുമായി പിടിപെട്ടതിന് പിന്നാലെ പല ഓൺലൈൻ മാധ്യമങ്ങളിലും ഉണ്ണി മുകുന്ദനെ അതുമായി ക്ലബ് ചെയ്തിട്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദനെതിരെ നിയമ നടപടിയിലേക്ക് പോകും എന്നതോടുകൂടി പലരും ആ വാർത്ത പിന്നീട് കളയുകയും തങ്ങളുടെ പേജിൽ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. നമ്മുടെ പലപ്പോഴും അങ്ങനെയാണ്, പല വാർത്തകളും പല വിധത്തിൽ വരാറുണ്ട്. എന്തായാലും പോലീസിന്റെ ഇടപെടൽ, കൃത്യമായ നിയമ നടപടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ രീതിയിലേക്ക് മാറിയെന്നാണ്. ശരി.